സമര പോരാളികളായിട്ടുള്ള ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സഹപ്രവർത്തകരെ, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പി കെ കൃഷ്ണദാസ് അവർ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മനുപ്രസാദ്, സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമൻ, ശ്രീ കരമന ജയൻ, പാർട്ടിയുടെ ഈ സമരത്തിൽ യുവമോർച്ചയുടെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ന് പരിക്കുകൾ പോലീസിന്റെ മർദ്ദനം പോലും ഏറ്റുവാങ്ങിയിരിക്കുന്ന പാർട്ടിയുടെ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി, അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹപ്രവർത്തകരെ, ഇതൊരു സൂചനയാണ് പിണറായി വിജയന്റെ മുമ്പിൽ, ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇന്ന് യുവമോർച്ച കാണിച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ യുവതയുടെ ത്രസിക്കുന്ന ശക്തിയാണ് ഭാരതീയ ജനതാ യുവമോർച്ച എന്ന് ഇന്ന് കേരളത്തിന് ബോധ്യം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഈ സെക്രട്ടേറിയറ്റും പരിസരവും സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരാവശ്യത്തിന് വേണ്ടിയാണ് ഈ പിണറായി വിജയന്റെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് നമ്മൾ വന്നതെങ്കിൽ ആ ആവശ്യം നിറവേറ്റുന്നത് വരെ അചഞ്ചലമായിട്ട് യുവമോർച്ച പ്രവർത്തകർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ 50ഓളം വരുന്ന പ്രവർത്തകർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റിരിക്കുന്നു. ഒന്നല്ല രണ്ടല്ല, നിരവധി പ്രാവശ്യമാണ് ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകർക്ക് നേരെ അവരുടെ മൃഗീയമായിട്ടുള്ള താണ്ഡവം നടത്തിയിരിക്കുന്നത്. ക്ഷമിക്കാൻ പറ്റുന്നതല്ല. പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മാപ്പ് തരില്ല. നിങ്ങൾ കൊള്ള നടത്തിയതിനെതിരായിട്ടുള്ള സമരമാണ്, ശബരീശ്വരനെ കൊള്ളയടിച്ചതിനെതിരായിട്ടുള്ള സമരമാണ്, അമ്പലം വിഴുങ്ങിയായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ടുള്ള സമരമാണ്. അമ്പലത്തിൽ നിന്നെടുത്ത, ശബരീശ്വരിൽ നിന്നെടുത്ത 1 ഗ്രാം സ്വർണം പോലും തിരിച്ചു വരുന്നത് വരെ ഭാരതീയ ജനതാ യുവമോർച്ചയും BJP അടിച്ചൊതുക്കാൻ സാധിക്കുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാരാഗ്രഹങ്ങളിൽ അടക്കാൻ കഴിയുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കേരളത്തിലെ യുവതയുടെ പ്രസരിപ്പുള്ള ശക്തിയുടെ പ്രതീകമാണ് ഭാരതീയ ജനതാ യുവമോർച്ച. ആ യുവമോർച്ച ഒരു സമരത്തിൽ ഇറങ്ങിയാൽ ആ സമരത്തിൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നേടുന്നത് വരെ ആ സമരവുമായി മുന്നോട്ട് പോകും. പിണറായി വിജയ, ഇതാ ഇവിടെ ഒരു തുടക്കമാണ്. ഇനി താങ്കളുടെ പോലീസിനും താങ്കളുടെ ബാരിക്കേഡുകൾക്കും ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആവേശത്തെയും അവരുടെ പോരാട്ട വീര്യത്തെയും തടയാൻ സാധ്യമല്ല എന്ന് ഭരണകൂടത്തിന് നൽകിയ സൂചനയാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്നിരിക്കുന്ന സമരം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളുടെ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടം, അചഞ്ചലമായിട്ടുള്ള പോരാട്ടം, ഈ പോരാട്ടത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അങ്ങേയറ്റം വിലമതിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. പോലീസിന്റെ മർദ്ദനമേറ്റ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ പോലീസിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ള പ്രവർത്തകർ, അവരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം മുഴുവൻ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ.